ഒരു പെൺകുട്ടി ധനമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കിന് ആ കോളേജിൽ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ കൈ കൊടുത്തു. അതൊരു വലിയ ഒച്ചപ്പാടാണ്. പെൺകുട്ടി കൈ കൊടുത്തതോടുകൂടി അന്യപുരുഷനെ സ്പർശിച്ചു എന്നുള്ള ഒരു നിലപാടിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം. അത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി ഇപ്പോൾ അതിൽ കാണാനിടയായി. ജസ്റ്റിസ് ശ്രീ പി.വി. കുഞ്ഞികൃഷ്ണന്റെ വിധിയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായ തത്വങ്ങളാണ് ജഡ്ജി ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് കോഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ പോലീസ് എടുത്ത കേസെടുത്തത് എന്താണ്? ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള അനാവശ്യങ്ങൾ മുഴുവൻ പറയുകയാണ്. മാത്രമല്ല മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയിലേക്ക് നയിക്കത്തക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അന്നങ്ങ് പ്രചരിച്ചത്. അത് വന്നു കഴിഞ്ഞപ്പോൾ അത് പോലീസ് കേസെടുത്തു. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് അതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ആ കേസ് റദ്ദാക്കണം, അത് ക്വാഷ് ചെയ്യണം എന്ന് കാണിച്ചാണ് അതിനകത്ത് പ്രതി ചേർക്കപ്പെട്ട ആൾ വന്ന് ഇതേപോലെ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ അത് ആ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയാണ് പുറത്തു വന്നത്. നല്ല ശരിയായ ഒരു ഉത്തരവാണ്, അതിനൊന്നും തെറ്റ് പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ കോളേജുകളിലൊക്കെ പ്രസംഗിക്കാനും ഒക്കെ പോവും, ഞാനും പോകാറുണ്ട്. പലപ്പോഴും പെൺകുട്ടികളൊക്കെ വന്ന് കൈതരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഒന്ന് ആയിപ്പോയി കഴിഞ്ഞാൽ അത് വെറും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതിന് പകരം, അതായത് ഒരു നല്ല ഗസ്റ്റർ എടുക്കുന്നതിന് പകരം വേറെ ഒന്നും ചെയ്താലല്ലോ, കൈ കൊടുത്തതല്ല ഉള്ളൂ. അതിനകത്ത് ലൈംഗികത എന്താ എവിടെ കാണുന്നത്? എന്ത് കണ്ടാലും ലൈംഗികത കാണുന്ന കുറേ ആളുകളുണ്ട്, ഞരമ്പ് രോഗികൾ. അവരാണ് ഇതെല്ലാം ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി കൈ കൊടുക്കുന്ന എത്രയോ സ്ത്രീകൾ എനിക്ക് കൈ തരാറുണ്ട്, എവിടെയൊക്കെ വെച്ച്. അപ്പോൾ ഇത് മാത്രമല്ല, വിദേശത്ത് നമ്മൾ എന്നാൽ അവർ ഹഗ് ചെയ്യും നമ്മളെ സ്ത്രീകൾ. അപ്പോൾ ഇതൊന്ന് കണ്ടിരുന്നെങ്കിലും. അത് എത്രയോ പേരങ്ങനെ ചെയ്യാറുണ്ട്. കൈ തരുന്ന ധാരാളം ആളുകളുണ്ട്. മുസ്ലിം സ്ത്രീകൾ പോലും എനിക്ക് കൈ തന്നിട്ടുണ്ട്, ഉള്ള കാര്യം ഞാൻ പറയാനല്ല. അത് ആ കൈ തന്നെന്ന് പറയുന്നത് വളരെ അന്തസ്സായിട്ട് ഒരാളെ ഒരു ഗ്രീറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനകത്ത് യാതൊരു കാര്യമുള്ളതല്ല. അതിനപ്പുറത്തോട്ട് അതിനകത്ത് വേറെ ഉള്ള ഒരടുപ്പമോ ഒരു ലൈംഗികതയൊന്നും അതിനകത്ത് കടന്നുകൂടുന്നില്ല. മാത്രമല്ല, പൊതുസ്ഥലത്ത് വെച്ചാണ് എല്ലാവരും കാണുകയാണ്. വിദ്യാർത്ഥികളെന്ന് പറയുന്നത് ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ, ആ വിദ്യാർത്ഥിനികളുടെ സമൂഹത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കാൻ പാടില്ലല്ലോ ഈ പെൺകുട്ടിക്ക്. അന്യപുരുഷനെ സ്പർശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തടുത്തിരിക്കാറുണ്ട്, സ്പർശനല്ലേ. ഇപ്പൊ ബസ്സിൽ കയറാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയുള്ളവർക്ക്. ഇന്നത്തെ കാലത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫ്ലൈറ്റിൽ നമ്മുടെ അടുത്ത് എപ്പോഴും സ്ത്രീകളൊക്കെ ഇരിക്കാറില്ലേ. അപ്പൊ അതെല്ലാം വലിയ കുഴപ്പമാണ്. അത് മുസ്ലിം ആയിപ്പോയി, അതുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ഈ രീതിയിലുള്ള കാടൻ കാഴ്ചപ്പാടുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് മാറണം ഈ സമൂഹത്തിൽ. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. കാരണം അത് നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ഒരു ആയത്ത്, ഒരു സൂറത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മതവിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മതത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മതം എന്ന് പറയുന്ന ഒരു വെറും സ്വകാര്യത മാത്രമാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രാധാന്യവും അതിനില്ല എന്നുള്ളതാണ്. ഇനി അത് എത്രയോ ആവട്ടെ. ഇതിപ്പോൾ അറബി കോളേജൊന്നും അല്ലല്ലോ, അല്ലാതെ ഒരു ലോ കോളേജിൽ വെച്ചല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. ആ ലോ കോളേജിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവര് ഇത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അവർ സന്നദ്ധ എടുത്തു കഴിഞ്ഞാൽ കോടതി പ്രാക്ടീസിന് പോകേണ്ടതാണ്. അവരെത്രയോ പേര്, എല്ലാവരും അവിടെ ഞെരുങ്ങേ ഇരിക്കാൻ പറ്റുള്ളൂ കോടതിയിൽ. അങ്ങനെ അവർക്ക് ഇരിക്കാൻ പാടില്ലേ? അപ്പൊ അത് വേറൊരു വിധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മോശമാണ്. ഇപ്പൊ കെട്ടിപ്പിടിച്ചങ്ങ് കിസ് ചെയ്തെന്നിരിക്കട്ടെ, അത് ഒഫൻസാണ്, അത് ശരിയുമല്ല, അത് മതവിശ്വാസത്തിനും എതിരാണ്. പക്ഷേ ഈ സ്പർശനം എന്നൊക്കെ അങ്ങ് പറയാന്ന് പറഞ്ഞാൽ അതൊരു സ്പർശനമൊന്നും അല്ല. ആ സ്പർശനം എന്നൊക്കെ പറയുന്നത് ഒരു ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്പർശനമാണെങ്കിലേ ആ സ്പർശനമാവുന്നുള്ളൂ. അതല്ലാതെ അതൊന്നും മതവിരോധമായിട്ടൊന്നും കാണരുത്. ഇത് ഒരു സമൂഹത്തിൽ പ്ലൂറാലിറ്റി ഉള്ള ഒരു സൊസൈറ്റി കഴിയുമ്പോൾ അവിടെ ഇത് പലരുമായിട്ടും മിങ്കിൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ ബന്ധം എന്ന് പറയുന്നതോ ആ അടുപ്പമോ അതിന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് അതിന് വിടാതെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് വിടാൻ പാടില്ല. അതിന് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ചെയ്തത് ശരിയല്ല എന്ന് പറയാം. നേരെ മറിച്ച് ഇത് ഒരു ധനമന്ത്രിയാണ്,
അദ്ദേഹം എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരാൾ കോളേജിൽ വരുന്നു, ഒരു സംവാദത്തിന് വരുന്നു, സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ആ വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആ വിദ്യാർത്ഥിനി അദ്ദേഹത്തിന് കൈ കൊടുത്തു. ഇത്രയല്ലേ ഉള്ളൂ. ഒന്ന്, അത് അംഗീകരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം. രണ്ട്, ഒന്ന് വെൽക്കം ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണം. ഇതൊഴിച്ചാൽ അതിന് വേറെ ഒന്നുമില്ല. അതിന് ഇതേപോലെ ആ കുട്ടിയെ തോന്നിവാസം പറഞ്ഞവന്മാരുടെ പേര് കേസെടുത്തത് നല്ല കാര്യമാണ്. ആ കേസെടുക്കണം, ഒരു തെറ്റുമില്ല. അതേപോലെ ആ കേസ് റദ്ദാക്കാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത ആ തീരുമാനമുണ്ടല്ലോ, വളരെ ശരിയാണ്. മതവിശ്വാസം എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തിന് മുകളിലോട്ടാവാൻ പാടില്ല, നമ്മുടെ ദേശീയതയ്ക്ക് മുകളിലോട്ടാവാൻ പാടില്ല. മതവിശ്വാസം എപ്പോഴും അതിൽ താഴ്ന്നു നിൽക്കണം. അതൊരു സ്വകാര്യത മാത്രമായിട്ട് എടുക്കണം. എൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സ്വകാര്യതയാണ്. അല്ലാതെ അത് വേറെ ആരുടെയും അധികാരത്തിലുള്ള കടന്നുകയറ്റവും ഒന്നും ആവുന്നില്ല. ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് വേണം എല്ലാ സമൂഹവും എടുക്കാൻ. ഇതിപ്പോ ശ്രീ തോമസ് ഐസക് ആയിപ്പോയതുകൊണ്ടാണോ ഈ പ്രശ്നമായത്? ആ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടത്തില്ലേ ഇത്? ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആരെയായാലും ശരി, അത് ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ ഒരു മുസ്ലിം, ഒരു ഇസ്ലാമാണ് വന്നേക്കുന്നത്. പെൺകുട്ടി കൈ നീട്ടുമ്പോൾ അയാൾ തയ്യാറായില്ലെന്നിരിക്കട്ടെ, കൈ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പലരും ഇപ്പൊ ഈ വിളക്ക് കത്തിക്കുന്നതിന് പോലും ചിലർ ഇത് കാണിക്കാറില്ലേ? ഞാൻ എവിടെ ആയാലും വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഇന്ന് വരെ, കേട്ടോ. എവിടെ ആയാലും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ വിളക്കെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ആ വെളിച്ചം തെളിയിക്കുന്നത് ഒരു ഒഫൻസായിട്ട് ഞാൻ കരുതുന്നില്ല. ആ അഗ്നി ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഗ്നി ആരാധിക്കുന്ന ഒരു ഇസ്ലാമിന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇസ്ലാം വിശ്വാസിക്ക്, മുസ്ലിമിന് ചേർന്നല്ല. അതല്ലാതെ വിളക്ക് കത്തിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് വിളക്കൊരു വെളിച്ചമാണ്. ആ വെളിച്ചം കത്തിക്കുക, വെളിച്ചം കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ കാര്യമില്ല, പവിത്രയൊന്നും വേറെ ഇല്ല. അപ്പോൾ ഇത് കത്തിക്കാൻ പലരും തയ്യാറാകത്തില്ല, പുറകോട്ട് പോകും. വിളക്ക് കത്തിക്കാൻ നേരത്ത് ഞാൻ ഇന്ന് വരെയും പുറകോട്ട് പോയിട്ടില്ല. ഏതോ ഒരു വീഡിയോ ഒരുത്തം പറയുന്നത് കേട്ട് ഒരു അഭിപ്രായം, എൻ്റെ കൂടെ കണ്ട് വർക്ക് ചെയ്തവനാണ്, ഞാൻ അന്ന് വിളക്ക് കത്തിക്കാൻ തറയില്ലെന്ന്. ഞാനായിരിക്കത്തില്ല, അവൻ്റെ വേറെ വല്ലവരും ആയിരിക്കും അത്, കേട്ടോ. ഇതൊക്കെ പറയുന്നവനൊക്കെ എന്ത് ചെയ്താൻ പറ്റും? ഇന്ന് വരെ ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നതിന് പുറകോട്ട് മാറിയിട്ടില്ല. എല്ലാ പ്രോഗ്രാമിനും, ഉദ്ഘാടനത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്നത്, ഉദ്ഘാടനമാണ്. അല്ലാതെ വേറെ പ്രോഗ്രാംസ് ഒന്നും ഞാൻ പോകാറില്ല. അങ്ങനെയുള്ളിടത്തെല്ലാം ഒരു വിളക്ക് കത്തിക്കും. വിളക്കെന്ന് പറയുന്നത് വെളിച്ചമാണ്, വെളിച്ചം കൊടുക്കണം. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലായാലും ആ വെളിച്ചം വേണം. അപ്പോൾ അതിന് ഒരു തെറ്റുമില്ല ഒരു വിളക്ക് കത്തിക്കുന്നതിന്. അതൊരു ആരാധനയുടെ ഭാഗമൊന്നുമല്ല. അപ്പോൾ അത് ഹിന്ദുമതമായിട്ട് ചേർന്നാണ് വിളക്ക് കത്തിക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ കറണ്ടില്ല, വിളക്കുണ്ട്, കത്തിക്കാതിരിക്കുമോ? വെളിച്ചം വേണ്ടേ? അപ്പൊ അതുപോലെ ഉള്ളൂ. വെളിച്ചം കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇങ്ങനെ പോകാൻ പാടില്ല ഒരിക്കലും. അത് ഇപ്പോൾ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും സമൂഹം. അങ്ങനെ തിരിഞ്ഞു പോകരുത്. ഈ മതപരമായ വ്യത്യാസങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ വേലി കെട്ടിത്തിരിക്കാൻ ഉള്ള ഒരു കാര്യങ്ങളായിട്ട് മാറ്റരുത്. മതം എൻ്റെ സ്വകാര്യതയാണ് എന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം മതങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു മാർക്കറ്റിലാന്നിരിക്കട്ടെ, ഇത് ആളുകൾ വലിയ തിരക്കും ഒക്കെ ഉള്ളതാണ്. ആരെയും ടച്ച് ചെയ്യാൻ വയ്യാതെ പോകാൻ പറ്റത്തില്ല അവിടെ ഉള്ളിടത്ത്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു വിവാഹത്തിന് പോകുന്നു, അല്ലെ അങ്ങനെയുള്ള പലയിടത്തും പലപ്പോഴും ആ തിരക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്പർശിച്ചു പോവുകയാണ്. അതൊന്നും ഒഫൻസ് ഒന്നും അല്ല. മനസ്സിൽ വൃത്തികെട്ട വിചാരം വെച്ചുകൊണ്ട് സ്പർശിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാണ് ഈ വൃത്തികെട്ടവന്മാർ കണക്കാക്കുന്നത്. അതാണ് മനസ്സിലായി. അവർക്ക് ആരെ സ്പർശിച്ചാലും വലിയ പ്രശ്നമാണ്. ആങ്ങളയ്ക്ക് പെങ്ങളെ സ്പർശിക്കാൻ പാടില്ലേ? അമ്മയെ സ്പർശിക്കാൻ പാടില്ലേ? അതെല്ലാം ഒഫൻസ് ആണോ? അവർ പ്രായപൂർത്തിയായവരാണെന്നിരിക്കട്ടെ, അവർ ദേഹത്ത് തൊട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെ കൈ കൊടുത്താലോ, അല്ലെങ്കിൽ അവര് ഒന്ന് തോളെ തട്ടി സ്നേഹിച്ചാലോ എന്താ കുഴപ്പം? എനിക്കറിയില്ല എന്താണെന്ന് ഇതുപോലുള്ള ആളുകളുടെ ഈ രീതിയിൽ ചിന്തിക്കുന്നത്. അത് ഹൈക്കോടതി അത് ശരിയായ ഒരു വിധിയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആ വിധിയെ വളരെയധികം ഞാൻ സ്വാഗതിച്ചു.